ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാസർഗോഡിൻ്റെ സ്വന്തം കടുമ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെയും രാത്രിയും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ്. തലേ ദിവസം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ റേഷനരിയും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. ഇത് ഞാൻ അരിയും അതുപോലെ തേങ്ങയും പിന്നെ സവാളയും എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഒരു ജാറിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരിയും തേങ്ങയും അതുപോലെ സവാളയും ഇടുന്നുണ്ട്. സവാള നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് സവാളൻ്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിനായി ഗ്യാസ് ഓൺ ചെയ്ത് കുറുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ അരിപ്പൊടി കൊണ്ടും ചെയ്യാം. ഇങ്ങനെ കുറുക്കണ്ടാവും കാര്യമൊന്നുമില്ല, ഡയറക്റ്റായി ചെയ്യാനും പറ്റും. അതിലേക്ക് തേങ്ങ ഇങ്ങനെ ചേർത്താൽ മതി. അതുപോലെ ഉള്ളി ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഉള്ളി സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ അരച്ച് ഈ ഒരു പ്രോസസ്സിലാണ് ചെയ്യുന്നത്. എല്ലാ സമയവും നമ്മളെ വീട്ടിൽ അരിപ്പൊടി സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അങ്ങനെ ഇതൊന്ന് ബോൾസാക്കാൻ കഴിയും വിധം നമ്മളൊന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം കുറുക്കിയെടുക്കണമെന്നില്ല, ഒന്ന് ബോൾസാവുന്ന രീതിക്ക് കുറുക്കിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കൈവച്ച് തന്നെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റീമർ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ സ്റ്റീമർ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റീമറാണ് എടുക്കുന്നുണ്ടത്. അതിലേക്ക് കുറച്ചും വെള്ളം നിറക്കണം. എന്നിട്ട് ഇതുപോലെ വെള്ളം നിറച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതാക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഇതിനെ ഒന്ന് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം നമ്മൾക്ക്. ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കാറ്. എല്ലാ ഭാഗത്തും ഈ ഒരു ഷേപ്പല്ല, എല്ലാ കാസർഗോഡുകാരും ഇതുപോലെയല്ല ചെയ്തെടുക്കുന്നുണ്ട്. ചിലയിടത്ത് ചില രീതിക്കായിരിക്കും. നമ്മളിവിടെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി വരുത്തിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് ചിക്കൻ കറിയുടെ കൂടെയും പിന്നെ അതുപോലെ മീൻകറിയുടെ കൂടെയാണ് ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ആവി ഇറക്കുന്നുള്ള കടുമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയും കൂട്ടി തിന്നാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.